പാലക്കാട് ചിറ്റൂർ പുഴയിൽ അപകടത്തിൽപ്പെട്ട യുവാക്കളിൽ ഒരാളെ കണ്ടെത്താനായില്ല. കോയമ്പത്തൂർ സ്വദേശി അരുണിനായുള്ള തെരച്ചിലാണ് തുടരുന്നത്. സുഹൃത്ത് ശ്രീ ഗൗതം ആശുപത്രിയിൽ വെച്ച് മരിച്ചു. സാജിദ അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ, അരുണിനായുള്ള തെരച്ചിൽ എങ്ങനെയാണ് നടക്കുന്നത്? എങ്ങനെയാണ് ഇവർ അപകടത്തിൽപ്പെട്ടത്? ദിവ്യ, ഇന്ന് ഉച്ചയോട് കൂടിയാണ് കോയമ്പത്തൂരിലെ കോളേജിലുള്ള ഈ 10 വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് വിനോദസഞ്ചാരം എന്ന ലക്ഷ്യം വെച്ച് എത്തുന്നത്. ഇതിൽ ഈ പാലത്തിനപ്പുറത്തെയുള്ള തടയണയിലായിരുന്നു 2 വിദ്യാർത്ഥികൾ ഇറങ്ങിയത്. ഇതിൽ ശ്രീ ഗൗതം എന്ന വിദ്യാർത്ഥിയെ ഈ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. അത് ഏറെ നേരം ഈ സുഹൃത്തുക്കൾ, പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ പിടിച്ച് നിന്നു. പിന്നീട് നാട്ടുകാരും ഫയർഫോഴ്സും എത്തിയാണ് ഈ കരക്ക് കയറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ജില്ലാ ആശുപത്രിയിൽ വെച്ച് മരിച്ചു. അരുൺകുമാർ എന്ന വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ തുടരുന്നത്. ഇത് ഈ കോസ്റ്റ് താഴ്ഭാഗത്ത് ഉള്ള ആ ഹോളിലേക്ക് കയറുകയായിരുന്നു. അവിടെ വലിയ അടിയൊഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടിയൊഴുക്കിൽ അതിനകത്തേക്ക് അകപ്പെട്ടു. അതിൽ പിടിച്ച് നിർത്താൻ കഴിഞ്ഞത് കൊണ്ടാണ് ഈ നേരത്തെ ഗൗതമിനെ ലഭിച്ചത്. ഇപ്പോൾ അരുൺകുമാറിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയാണ്. ഇതിൻ്റെ ഈ കോസ്വേക്ക് താഴ്ഭാഗത്ത് ഓരോ ഹോളിലും കയറി പരിശോധന നടത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി പുഴയിൽ വ്യാപകമായ തിരച്ചിൽ നടത്തുകയാണ്. വലിയ ഒഴുക്കാണ് ഉള്ളത്. തമിഴ്നാട്ടിലെ ആളിയാർ ഡാം ഷട്ടറുകൾ ഉയർത്തി വെച്ച നിലയിലാണ്. അതുകൊണ്ട് തന്നെ ചിറ്റൂർ പുഴയിലേക്കാണ് നേരെ എത്തുന്നത്. ഇതിന് അപ്പുറത്ത് ഉള്ള മൂലത്തറ റെഗുലേറ്ററിൻ്റെ ഷട്ടറുകൾ നിലവിൽ അടച്ചിട്ടുണ്ട്. അതിന് കാരണം ഇങ്ങോട്ടുള്ള ഈ നീരൊഴുക്ക് കുറയ്ക്കുക, അങ്ങനെ തിരച്ചിലിന് കുറച്ചുകൂടി എളുപ്പമാകുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കമുള്ള ആളുകൾ ഇടപെട്ട് ഈ മൂലത്തറ റെഗുലേറ്ററിൻ്റെ ഷട്ടറുകൾ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയാൻ കുറച്ചുകൂടി സമയമെടുക്കും. കാരണം മൂലത്തറ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അപ്പുറത്താണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒഴുക്ക്, വെള്ളത്തിൻ്റെ ശക്തി കുറയാൻ കുറച്ചുകൂടി സമയമെടുക്കും. എന്തായാലും ഫയർഫോഴ്സ് അംഗങ്ങൾ, സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ, സ്കൂബ ടീം എല്ലാവരും തന്നെ പുഴയുടെ വിവിധ ഭാഗങ്ങളിലായി തിരച്ചിൽ നടത്തുകയാണ്. ഇപ്പോൾ ഓരോ ഭാഗം കേന്ദ്രീകരിച്ചാണ്. കാരണം സാധാരണഗതിയിൽ ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ഇപ്പോൾ പുല്ലും മറ്റും കാണുന്നുണ്ടാകും. ഇതുപോലെ ആ ഭാഗത്തും ഉണ്ട്. അതിൽ എവിടെയെങ്കിലും തങ്ങി നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ പുഴയുടെ അടിത്തട്ടിൽ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഡങ്കി ബോട്ടിൻ്റെ മറ്റും സഹായത്തോടു കൂടിയുള്ള തിരച്ചിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ ആദ്യം മരിച്ച വിദ്യാർത്ഥിയുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബന്ധുക്കൾ എത്തിയതിനു ശേഷമായിരിക്കും ഉണ്ടാവുക. ബന്ധുക്കളെയും കോളേജ് അധികൃതരെയും മറ്റും വിവരം അറിയിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടികളും ആൺകുട്ടികളും അടങ്ങുന്ന 10 അംഗ സംഘമാണ് ഇങ്ങോട്ട് എത്തുന്നത്. ഈ വളരെ ശാന്തമാണ് പുഴ എന്ന് തോന്നും. നീന്തൽ അറിയാത്തവരാണോ? അതാണോ ഈ ഒഴുക്കിൽപ്പെടാൻ കാരണമായത്? പൂർണ്ണമായി നീന്തൽ അറിയാത്ത ആളുകളല്ല, മറിച്ച് നീന്തൽ അറിയുന്ന, നമ്മൾ ആ അപകടത്തിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ അറിയാം. ആ തടയണയിൽ നീന്തി പോകുന്ന ദൃശ്യങ്ങൾ ഉണ്ട്. പക്ഷേ ഈ തടയണയ്ക്ക് താഴ്ഭാഗത്ത് ആയാണ് ഈ ഷട്ടറുകൾ ഉള്ളത്. അതായത് കോസ്വേയുടെ ഷട്ടറുകൾ. അത് ഈ വലിയ ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ ഈ ഷട്ടറുകൾ തുറന്നു വെച്ചതാണ്. അതിനകത്തേക്ക് പോയതാണ്. പിന്നീട് വലിയ കുത്തൊഴുക്കാണ്. അത്ര ഈ ഒഴുക്ക് നിയന്ത്രിച്ച് നീന്താൻ കഴിയുന്ന കുട്ടികളല്ല, പക്ഷെ സാധാരണ നീന്തുന്ന വിദ്യാർത്ഥികളുമാണ്. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും. ഈ പുഴയുടെ അടിയൊഴുക്കും ഈ വിദ്യാർത്ഥികൾക്ക് പുഴയെക്കുറിച്ച് കൃത്യമായ ഒരു അറിവില്ലാത്തതുമാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഈ തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കോസ്വേക്ക് താഴ്ഭാഗത്ത് നിന്ന് മാറി പുഴയുടെ വിവിധ ഭാഗങ്ങളിലായാണ് തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ദിവ്യ, ഇപ്പോൾ ഈ അരുണിന്റെ കാര്യത്തിൽ എന്താണ് ഇപ്പോൾ ഈ മുങ്ങൽ വിദഗ്ധരൊക്കെ കരുതുന്നത്? ഒരുപാട് ദൂരേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടാകുമെന്നാണോ കരുതുന്നത്?
രണ്ട് സാധ്യതകളാണോ? ഈ കോസ്വേക്ക് അകത്ത് തങ്ങി നിൽക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. പക്ഷേ ഒരുപക്ഷെ അങ്ങനെ പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല എന്ന് ഒരു മുൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ നമ്മളോട് നേരത്തെ സംസാരിച്ചു. ഈ പുഴയുടെ ഏതാണ്ട് ഒരു 150 മീറ്റർ അപ്പുറത്ത് ഒരു ചെറിയ തടയണയുണ്ട്. ആ തടയണയുടെ ഏതെങ്കിലും ഭാഗത്ത് തങ്ങി നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നീട് ഈ വലിയ തോതിൽ പുല്ലും മറ്റും കയറി നിൽക്കുന്നുണ്ട്. പുല്ലും ചളിയും എല്ലാം തന്നെ ഈ 150 മീറ്ററിന് ഇടയിൽ തന്നെ ഉണ്ട്. അവിടെ എവിടെയെങ്കിലും തങ്ങി നിൽക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. ആ തരത്തിൽ ഓരോ ഭാഗവും കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ്. കാരണം ഈ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ പുല്ലിലും മറ്റും പാറയിലോ മറ്റോ പിടിച്ചു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാൻ കഴിയില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പൊങ്ങാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട് ചിറ്റൂർ പുഴയിലാണ് യുവാക്കൾ അപകടത്തിൽപ്പെട്ടത്. ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോയമ്പത്തൂർ സ്വദേശി അരുണിനായുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുവരുന്നത്. വിശദാംശങ്ങളാണ് സാജിദ് അജ്മൽ നൽകിയത്.